ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ വിവാദ ചിത്രം ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച് താമരശ്ശേരി രൂപതയ്ക്ക് കീഴിലുള്ള ഇടവകകളിലെ കുടുംബ കൂട്ടായ്മകളിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. സമീർ, ഇതിനകം തന്നെ വിവാദമായിട്ടുള്ള ഈ സിനിമ താമരശ്ശേരി രൂപതയും പ്രദർശിപ്പിച്ചു എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ എന്താണ് മതബോധനം? ഗുഡ് മോർണിംഗ് SKN. ഇടുക്കി രൂപതയ്ക്ക് പിറകെ ഇപ്പോൾ താമരശ്ശേരി രൂപതയും വിവാദ ചിത്രമായ ദി കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. വിവിധ ഇടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രിയാണ് പ്രദർശനം നടന്നത്. ഇതിന്റെ ചിത്രത്തിന്റെ ലിങ്ക് ഉൾപ്പെടെയാണ് സഭയുടെ വിവിധ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യപ്പെട്ടത്. പരമാവധി പേർ ഇത് കാണണമെന്നും പരമാവധി പേരിലേക്ക് എത്തിക്കണം എന്നുള്ള നിർദ്ദേശത്തോടു കൂടിയായിരുന്നു ഇതിന്റെ കുറിപ്പ് ഇറങ്ങിയത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ആ പ്രദർശനം നടക്കുകയും ചെയ്തത്. അതിൽ സഭ വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്: സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള തീവ്രവാദ സംഘടനകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നു. അങ്ങനെ സംഘടിത റിക്രൂട്ട്മെന്റ് നടക്കുന്ന സാഹചര്യം സർക്കാർ തന്നെ അക്കാര്യത്തിൽ വിശദീകരണം നൽകിയതുമാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ ഈ സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാവാതിരിക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ ഒരു അവബോധം ഉണ്ടാക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായാണ് ചിത്രം പ്രദർശിപ്പിച്ചത് എന്നാണ്. ഇതുപോലെ തന്നെ ഇടുക്കി രൂപതയും ഈ ചിത്രം പ്രദർശിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ലവ് ജിഹാദ് ഉൾപ്പെടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് എന്നും പ്രണയത്തിൽ വിട്ടുപോകുന്ന കുട്ടികളുടെ ഭാവി നഷ്ടപ്പെടുന്നുണ്ട്, അത്തരം കാര്യങ്ങളിൽ കുട്ടികൾക്ക് അവബോധം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പ്രദർശിപ്പിച്ചത് എന്നുമായിരുന്നു വിശദീകരിച്ചിരുന്നത്. ഇത്തരത്തിലുള്ള വിശദീകരണങ്ങളെല്ലാം തന്നെ തുടരുമ്പോഴും ശക്തമായ രീതിയിലുള്ള വിമർശനങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ വിഷയത്തെ തള്ളിപ്പറയുന്നു. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവരും ശക്തമായ ഭാഷയിൽ തന്നെ അതിനെ വിമർശിക്കുന്നുണ്ട്. കേരളത്തിന്റെ ചരിത്രവുമായി ഒരു ബോധ്യവുമില്ലാത്ത, ഒരു വസ്തുതയുമില്ലാത്ത ചിത്രമാണ് ഈ സിനിമ. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രദർശനത്തിന് ഒരു തരത്തിലുമുള്ള പ്രോത്സാഹനം നൽകേണ്ടതില്ല എന്നുള്ള ശക്തമായ നിലപാട് രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഈ സഭകൾ വിശദീകരിക്കുന്നത് തെരഞ്ഞെടുപ്പായ പശ്ചാത്തലത്തിൽ എടുക്കുന്ന നിലപാടാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടേത്, മറിച്ചൊന്നുമല്ല. ഈ ചില വിഷയങ്ങളിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഉയർത്തിക്കാണിക്കുകയും ചില സമയങ്ങളിൽ അത്തരം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയും ചെയ്യുന്ന നിലപാടാണ് രാഷ്ട്രീയ പാർട്ടികൾ തുടരുന്നത് എന്നാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം തുടരുന്നുണ്ട്. ഇതിനിടയിൽ സിനിമയുടെ പ്രദർശനവും തുടരുകയാണ് SKN.